ചേമ്പും ബീഫും കൂടി ഉള്ളത് നമ്മൾ എടുക്കുവാണേ. ഞാനപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണേ. അപ്പം നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ ഇത് കഴിച്ചു തീർത്തോ. ഹായ് കൂട്ടുകാരെ, ഷാൻഡീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇടുന്നത്. രാവിലെ ഞാനൊരു ചേമ്പ് പറിച്ചു പിന്നെ ബീഫിട്ട് ഇവിടെ ഉണ്ടാക്കി. അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാമേ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി വീഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്യും. ഒരെണ്ണം പറിച്ച് അതിലുണ്ടായിട്ടോ എന്നറിയാം. ചേമ്പിന് വീട്ടിലുണ്ട്, എന്നാലിത് നമ്മുടെ കൃഷിയാണ്, അതിനു വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഈ ചേമ്പും ബീഫും കൂടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ എറണാകുളത്തൊക്കെ ഇങ്ങനെയൊക്കെ വെക്കും, പത്തനംതിട്ടയിലൊക്കെ ചേമ്പും ബീഫും കൂടിയൊക്കെ വെക്കൽ കുറവാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഞാനിന്ന് പറിച്ച് നോക്കട്ടെ. രാവിലെ പറിക്കാൻ എളുപ്പമുണ്ടായി. അയ്യോ ഇത് പൊട്ടി. രാവിലെ ഇച്ചിരി കൂടി താമസിച്ച്, അപ്പോഴത്തേക്കും ഇതുമീന്നൊക്കെ നേരത്തെ പറിച്ചതാണ് കേട്ടോ. ചേമ്പൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളതാണ്. എന്നാലും നോക്കട്ടെ കേട്ടോ. 2 കിലോനൊക്കെ നേരത്തെ പറിച്ചതാണ് ഇതുമീന്ന്. നമുക്ക് വീഡിയോ ഒക്കെ ഉള്ളത് കിട്ടും കേട്ടോ. മണ്ണൊക്കെ ഉണങ്ങി. ഇനി പറിക്കണില്ല. അപ്പം ഇത്രയും നമുക്ക് മതി. കുറച്ചവിടെ വീട്ടിലുണ്ട്, എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. ഒരു കടയും കൂടി ഒരു മൂടും കൂടി പറിച്ചെടുത്തതാണ്. വലിയ വീട്ടൊക്കെ നേരത്തെ പറിച്ചെടുത്തു ഞാൻ, പുഴുങ്ങിത്തില്ല. ഇപ്പോഴാണ് വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്ന് പറിക്കണമെന്ന് തോന്നുന്നു. രാവിലെ തോന്നിയൊരു ഐഡിയ കേട്ടോ. ചേമ്പ് ഇട്ടിട്ട് നമ്മളിന്ന് ഒരു ബീഫും ചേമ്പൂത്തും കൂടി, ചീമച്ചേമ്പ്, അതിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിച്ചേമ്പെന്ന് പറയും. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. രാവിലെ പറിച്ചേ ഞാൻ പുഴുങ്ങിയതിൻ്റെ ബാക്കിയാണ് തേക്കലയിൽ പെറുക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം ഇന്ന് ഇത്രയും ചേമ്പ് മാത്രം ഇട്ടാണ് രണ്ടാമത്തെ ആണ് ഇന്ന് ചേമ്പും ബീഫും കൂടി വെക്കാൻ പോണ. അപ്പം ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇന്ന് നമ്മൾ ചെയ്യുന്നതിന് വേണ്ട ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇത് വെളുത്തുള്ളിയാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. അപ്പം ഇതിലിടുന്ന സാധനങ്ങളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് ഗരം മസാല, അതായത് നമ്മൾ തന്നെ പൊടിക്കുന്ന മസാലക്കൂട്ടാണിത്. ഇത് ബീഫ് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ല നെയ്യുള്ള ബീഫ് വേണം കേട്ടോ, പോത്തിറച്ചിയാണിത്. ഇതിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഞാനുണ്ടല്ലോ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് അങ്ങ് മാറ്റിയിട്ട് ഇതിലേക്ക് ചീമച്ചേമ്പിട്ട് ഒരടി അടിക്കുവാണ് ഇവിടെ വെച്ചേ കുക്കറിൽ. അപ്പോൾ ഇങ്ങനെ ബീഫ് കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഈ ചേമ്പ് ഇത് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പറിച്ച ചീമച്ചേമ്പാണ്. ചീമച്ചേമ്പ് കണ്ടിച്ചേമ്പെന്നൊക്കെ പറയും, ഒരു സ്ഥലത്തും ഓരോ പേരാണ്. ഈ ചേമ്പിനകത്തോട്ട് ഇടുവാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇത് വേഗത്തെ. അപ്പോഴത്തേക്കും നമ്മൾ ഇതുണ്ടല്ലോ നേരത്തെ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി അതാണ് ഇടുന്നത്. നമ്മൾ മുരിക്കുന്നൊന്നുമില്ല കേട്ടോ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ വഴറ്റുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് കാണിച്ചു തന്നില്ലേ, മുളക് പൊടി കുറച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി.
ഇതിലേക്കാണ് നമ്മളിപ്പോൾ ഈ വേകുന്ന ബീഫ് ഇടാൻ പോകുന്നത്. ബീഫും ചീമച്ചേമ്പും കൂടി, നമ്മുടെ തന്നെ ചീമച്ചേമ്പാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഇവിടെ ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നാലും ഇതൊന്ന് കാണിക്കാമെന്ന് ഓർത്ത്. കരിവേപ്പില, നമ്മുടെ സ്വന്തം കരിവേപ്പിലയാണ്. ഈ കരിവേപ്പിലേക്ക് ഇല്ലാത്ത എന്ത് കറി, എന്ത് കപ്പയും, പിന്നെ കപ്പയല്ല, നമ്മുടെ ചീമച്ചേമ്പും ഇറച്ചിയും. അപ്പം ഇതും കൂടി വേണം എക്സ്ട്രായിട്ട്. പഞ്ചീസിലായി. പെട്ടെന്ന് ഇത് ചെയ്യുകയാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുക, എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോഴേ, പിന്നെ എല്ലായിടത്തും ഇതിൻ്റെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ കുക്കർ തിരക്ക് പിടിച്ച് ഇങ്ങനെ കുക്കറിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് പൈപ്പിൻ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇതിൻ്റെ ചൂള കളയരുത്, വിസിൽ കളയരുത്. എൻ്റെ ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം പല സ്ഥലത്തും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുക്കർ പൊട്ടിത്തെറിച്ച് ഒരാളുടെ, എൻ്റെ പ്രായം തന്നെയുള്ള ഒരാളുടെ ചെവി പോയി, കണ്ണ് പോയി, അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. പതുക്കെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചൂള കളഞ്ഞെടുക്കാം കേട്ടോ, അത്യാവശ്യമാണെങ്കിൽ. വെള്ളം, തണുത്ത വെള്ളം ഒഴുക്കി പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്യരുത്. അത് പ്രത്യേകം നിങ്ങളെല്ലാവരും ഓർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ പെട്ടെന്ന് ഈ വീഡിയോ എടുത്തൊന്നും തീർക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചൂട കളയുന്നതേ ഉള്ളൂ. ഞാൻ ഇത് വെച്ച് സാവധാനം ചൂടാറി കഴിയുമ്പോഴാണ്, അപ്പോഴാണ് കറക്റ്റ് വേവും നമുക്കാകുന്നത്. ഞാനിത് പിന്നെ ഇത് ഈ ചട്ടിയിലേക്ക് ഒന്നും കൂടി ഇടാനുള്ളത് കൊണ്ട് ചൂള പെട്ടെന്ന് കളയുന്നതാണ് കേട്ടോ. ഹായ്, കണ്ടേ? അത് ബീഫ് ഇടോട്ടെ. ഇനി നമ്മളിത് പച്ചനെ തന്നെ ഇങ്ങോട്ട് തട്ടുവാണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബീഫ്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിലേക്ക് ഇട്ട് നമ്മളൊന്ന് വേവിച്ചു. നല്ല പോത്തിറച്ചിയാണ്. അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഈ ചീമച്ചേമ്പ്, നമ്മുടെ തന്നെ പറിച്ച ഈ ചീമച്ചേമ്പും പിന്നെ ഉള്ളി, മസാല ഒക്കെ നിങ്ങളുണ്ടല്ലോ. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചാണ് ബീഫും കൂടി ഇതിനകത്ത് ഇടുവാണ്. ഇപ്പം തന്നെ ഇത് കുറുകി വരും കേട്ടോ. നമുക്ക് ഒരു 1.5 കിലോ 2 കിലോ ചീമച്ചേമ്പൊക്കെ ഇടാം കേട്ടോ. ഞങ്ങൾ കാച്ചിലിടും, കപ്പയിടും, ചീമച്ചേമ്പിടും. ഇതിപ്പോൾ കുറച്ച് ചീമച്ചേമ്പ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണത്. ബീഫ് കൂടുതലും ചേമ്പ് കുറവായി. ചീമച്ചേമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ എറണാകുളത്ത് ആണെങ്കിൽ കണ്ടിച്ചേമ്പെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് ഇവിടെ ഈ നാട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നതല്ല, പത്തനംതിട്ടയിൽ. അതുകൊണ്ടാണ് ഞാൻ ചീമച്ചേമ്പെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത് തിളച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല കുറുകി സെറ്റായിട്ട് വരും. അപ്പോൾ അതെ ഇത് കണ്ട 2 തിള വന്നപ്പോഴേ തീ ഇച്ചിരി സ്ലോവാ കുറുകുറാന്നായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേക്ക്, 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ ഈ കരിവേപ്പില, നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇത് കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ പരിപാടി. ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നമ്മൾ മസാലയൊന്നും വഴറ്റുന്നില്ല, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കരിവേപ്പില ഇത് നമ്മളിങ്ങനെ തന്നെ ഇടുക, എന്നിട്ട് മൂടി വെക്കുക. ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഇതിൻ്റെ മണവും ഗുണമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് മൂടി വെക്കുവാണ്. ചേമ്പും ബീഫും കൂടെ ഉള്ളത് നമ്മൾ എടുക്കുവാണേ. ഞങ്ങൾക്ക് സമയമില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുക്കുക. ഇത് കുറച്ച് നേരം കൂടെയൊക്കെ വെക്കാം, എങ്കിൽ നല്ല
ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. നമ്മൾ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും ഇങ്ങനെയുള്ള ചേമ്പും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കണം, ഒരു 10-15 മിനിറ്റ്. അപ്പോഴാണ് ഇത് കുറുകുറാന്നാകുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ വേഗം എടുത്തു. ഞാനപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണേ. എങ്ങനെയുണ്ടെന്ന് പറയണേ, അത് നിങ്ങളും കൂടി കാണണം കേട്ടോ. അപ്പം ഞാനിത് 2 പേരെ കൊണ്ട് കഴിപ്പിക്കുവാണേ. ഇവരെങ്ങനെയുണ്ടെന്ന് പറയുക, ചീത്തയാണോ നല്ലതാണോ. ഒരാൾ ചൂടാണ്, പയ്യെ ചീമച്ചേമ്പാണ്, ഇച്ചിരി എടുത്തൊന്ന് തിന്ന് നോക്കണേ. സൂപ്പറാണ്. അപ്പൊ നല്ല സാധനമല്ല. അപ്പൊ നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ ഇത് കഴിച്ചു തീർത്തോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ 1 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ 2 കിലോയോ 1.5 കിലോയോ ചീമച്ചേമ്പ്, അതായത് കണ്ടിച്ചേമ്പ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നല്ല പോത്തിറച്ചി ആയിരിക്കണം, നല്ല പിന്നെ നെയ്യുള്ള പോത്തിറച്ചി. സൂപ്പറാണ് കേട്ടോ. അപ്പൊ കഴിക്കും. ഇന്നത്തെ വീഡിയോ ഇതാണ്. കാരണം എപ്പോഴും നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ അല്ലേ ഇടണത്. അപ്പം ഇന്നത്തെ ഈ ഡിഷിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ പരിചയമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.